നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഹരിനാമകീർത്തനത്തിലെ 29ാമത്തെ ശ്ലോകമാണ് ഈ ഭാഗത്ത് നോക്കുന്നത്. ഇവിടെ ഭക്തന് ഗാഠമായ അർപ്പണബുദ്ധിയോടെ ഭഗവാനെ അന്വേഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഭഗവാൻ എപ്പോഴാണ് ഭക്തന് മേൽ കരുണ കാണിക്കുക, എപ്പോഴാണ് ഈ മോക്ഷം സിദ്ധിക്കുക, ഇതൊന്നും തീർത്തു നിർണയിക്കാൻ കഴിയുകയില്ല. ഭഗവാൻ ചിലപ്പോൾ ചിലരെ പെട്ടെന്ന് അനുഗ്രഹിക്കും, മറ്റു ചിലരെ വല്ലാതെ പരീക്ഷിക്കും. ഇത് നമ്മൾ സാധാരണയായി പറയാറുള്ള കാര്യമാണ്. ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് അങ്ങ് ഗണിച്ചെടുക്കുക സാധ്യവുമല്ല. ആശ്ചര്യകരമായി ഭഗവാനിൽ കാണുന്ന ഈ വിരുദ്ധ ഭാവങ്ങളെ പുരാണ ഇതിഹാസങ്ങളിലുള്ള പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി വെളിപ്പെടുത്തുകയാണ് ആചാര്യൻ അടുത്ത 7 പദ്യങ്ങളിൽ ചെയ്യുന്നത്. 29 മുതലുള്ള 7 പദ്യങ്ങളിൽ അങ്ങനെയാണ് ആചാര്യൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ ക്ഷിപ്രപ്രസാദത്തിന് പാത്രീഭവിച്ച അജാമിളന്റെ കഥയാണ് 29ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. 29ാമത്തെ ശ്ലോകം നോക്കാം. അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നത തടുത്തോരു നാൽവരെയുമപ്പോലെ നൗമി ഹരിനാരായണായ നമ. അജാമിള കഥയാണ് ഇവിടെ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അജാമിളൻ എന്ന ബ്രാഹ്മണനെ യമപാശവും വടിയും കയ്യിലേന്തിക്കൊണ്ട് വരിഞ്ഞു കെട്ടാൻ ഭാവിച്ച യമഭടന്മാരെ തുടർന്ന് പിന്നീട് ചെന്ന് തടുത്ത 4 വിഷ്ണു ദൂതന്മാരെയും വിഷ്ണു തുല്യമായ അവരുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു എന്നുള്ളതാണ് ഈ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപാശവും വടിയുമായിക്കൊണ്ട് അജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നഥ തടുത്തോരു നാൽവരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ എന്നാണ്. ശ്രീ ഭാഗവതം 6ാം സ്കന്ധത്തിലെ 1ാം അധ്യായത്തിലാണ് അജാമിള കഥ പറയുന്നത്. പാപത്തിനു പ്രായശ്ചിത്തം ചെയ്തിട്ട് അതേ പാപം വീണ്ടും തുടരുന്നയാൾക്ക് പ്രായശ്ചിത്തം കൊണ്ട് ഫലമുണ്ടാകുന്നില്ലല്ലോ എന്നൊരു സംശയം പരീക്ഷിത്ത് ഉന്നയിക്കുകയാണ്. കർമ്മത്തെ കർമ്മം കൊണ്ട് എന്നേക്കുമായി ഒതുക്കി തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. അജ്ഞാനിയുടെ അറിവില്ലാത്തവന്റെ സംതൃപ്തിക്കു മാത്രമാണ് പ്രായശ്ചിത്ത വിധികൾ. സത്യം എന്താണ് എന്ന് വിചാരം ചെയ്ത് ചിന്തിച്ച് അറിയുകയാണ് യഥാർത്ഥ പ്രായശ്ചിത്തം. അതോടൊപ്പം നാരായണനെ മുറുകെ പിടിക്കുക, നാരായണന്റെ നാമജപം മുടങ്ങാതെ നടത്തുക. ഒരിക്കലെങ്കിലും നാരായണ നാമം സ്മരിക്കുന്നയാളിനെ പാശധാരികളായ യമഭടന്മാർക്ക് വിട്ടൊഴിയേണ്ടി വരുന്നു. ശുഗൻ പരീക്ഷത്തിന്റെ സംശയം ഇങ്ങനെ നിവർത്തിച്ച ശേഷം ദൃഷ്ടാന്തമായി പറയുന്നതാണ് അജാമിള കഥ. കഥ ചുരുക്കി നോക്കാം. കന്യാകുബ്ജത്തിലെ ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ. ബ്രാഹ്മണാചാരമെല്ലാം വെടിഞ്ഞ് ഒരു ദാസിയെ വേളി കഴിച്ച് അയാൾ അങ്ങനെ കഴിഞ്ഞുകൂടി. ഭഗവാനെ മറന്നു, ദുർവാസനകളിൽ മുഴുകി. അങ്ങനെ കഴിയവേ അയാൾക്ക് 10 പുത്രന്മാരുമുണ്ടായി. പിതാവിൻ്റെ ഏറ്റവും വത്സലനായ ഇളയ പുത്രന്റെ പേര് നാരായണൻ എന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ അജാമിളൻ പൂർണ്ണമായി തന്നെ ഭൗതികവാദിയായിരുന്നു എന്നാണ്. ഒരു തരത്തിലുള്ള ദൈവികമായ ആരാധനകളിലോ ചിന്തകളിലോ മനസ്സ് പോയിരുന്നില്ല എന്നാണ്. മരണസമയം, അജാമിളന്റെ മരണസമയം സമാഗതമായി. ആ സമയത്ത് അജാമിളന്റെ ചിന്ത മുഴുവൻ ഇളയ മകനായ നാരായണനിലായിരുന്നു. സ്വാഭാവികമായിട്ടും ഇളയ പുത്രന്മാരുടെ ഭാവിയെക്കുറിച്ചായിരിക്കുമല്ലോ നമ്മുടെ ഈ പിതാക്കന്മാരുടെ ആലോചനകളൊക്കെയും ഉണ്ടാവുക. മരണസമയത്ത് അത് കുറച്ചേറുമെന്നാണ് പറയുക. ഘോരരൂപികളും കയറ് ഹസ്തത്തിൽ ധരിച്ചിരിക്കുന്ന, കയ്യിൽ ധരിച്ചിരിക്കുന്ന 3 പേര് അജാമിളനെ സമീപിച്ച് വരിഞ്ഞു കെട്ടാൻ വേണ്ടി ആരംഭിച്ചു എന്നാണ്. അതായത് യമ കിങ്കരന്മാർ വന്ന് അജാമിളനെ കൊണ്ടുപോകാനുള്ള അവസരം സമാഗതമായി എന്നാണ്. അപ്പോഴേക്കും ആ ബ്രാഹ്മണൻ അകലെ കളിച്ചുകൊണ്ടിരുന്ന നാരായണനെ ഇടറുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു എന്നാണ്.
ഇങ്ങനെ മരിക്കാൻ പോകുന്നയാൾ ഭഗവൻ നാമം ഉച്ചരിക്കുന്നത് കേട്ട് 4 വിഷ്ണു ദൂതന്മാർ പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു. വിഷ്ണുവിൻ്റെ ദൂതന്മാരായിട്ടുള്ള ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. വിഷ്ണു സ്വരൂപികളായ അവർ യമഭടന്മാരെ തടഞ്ഞു. മാത്രമല്ല, യമഭടന്മാർക്ക് ധർമ്മം എന്തെന്നറിയാനേ പാടില്ല എന്ന് പറഞ്ഞ് നിന്ദിച്ച് യമഭടന്മാരെ അവിടുന്ന് ഓടിച്ചു എന്നാണ് പറയുന്നത്. ധർമ്മസാരം എന്താണ് എന്ന് അവിടെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സാങ്കേദ്യം പരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘരം വിദുഹു എന്നാണ് പറയുന്നത്. സാങ്കേതികമായോ പരിഹാസമായോ പരിഭ്രമിച്ചോ കളിയായോ എങ്ങനെയായാലും വേണ്ടില്ല, ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് പാപങ്ങളെ അപ്പാടെ നശിപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെ യമഭടന്മാരെ ആട്ടിയോടിച്ച ശേഷം അജാമിളനെ അനുഗ്രഹിച്ച് വിഷ്ണു ദൂതന്മാരും അവിടുന്ന് തിരിച്ചുപോയി. അങ്ങനെ മൃത്യുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അജാമിളൻ തൻ്റെ ഭൂതകാല കർമ്മങ്ങളിൽ പ്രായശ്ചിത്തം ചെയ്ത് പാശ്ചാത്തപിച്ച് വിരക്തനായി ഭവിച്ചു എന്നാണ്, വൈരാഗിയായി ഭവിച്ചു എന്നാണ്. അങ്ങനെ ഗംഗാതീരത്തെത്തി തപസ്സു ചെയ്ത് അജിരേണ ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു. ആര്? അജാമിളൻ. ഇത് ആണ് ഭഗവത് നാമോച്ചാരണത്തിൻ്റെ വൈഭവം എന്ന് പറയുന്നത്. ഇങ്ങനെ നാമോച്ചാരണം കേട്ടെത്തി അജാമിളനെ യമഭടന്മാരിൽ നിന്നും രക്ഷിച്ച വിഷ്ണുദൂതന്മാരെയാണ് ഇവിടെ ആചാര്യൻ കുമ്പിടുന്നത്. നാമജപത്തിൻ്റെ കലികാലത്ത് മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കാരണമുള്ളതും കാരണമില്ലാത്തതുമായ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നത് നാമജപമാണ് എന്ന് നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട് ആചാര്യന്മാരുടെ വാക്കുകളിലൂടെ. അത് ഒരു ദൃഷ്ടാന്തത്തിലൂടെ ആചാര്യൻ ഇവിടെ കാണിച്ചു തരികയാണ്. മരണവേളയിൽ ഭഗവത് നാമം സ്മരിക്കാനും കീർത്തിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടാകണം എന്നാണ് ഇവിടെ 29ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നഥ തടുത്തോരു 4 അപ്പോലെ നൗമി ഹരിനാരായണായ നമ ഹരിനാരായണായ നമ.